ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആധുനിക തിരുവിതാംകൂറിനെ കുറിച്ചാണ്. ആധുനിക തിരുവിതാംകൂർ ഇപ്പോൾ വന്നിരിക്കുന്ന മെയിൻ എക്സാമിന് 10ാം ക്ലാസ് ലെവലായിട്ടുള്ള മെയിൻ എക്സാമുകളുടെ ഏത് സിലബസ് എടുത്ത് നോക്കിയാലും അതിൽ കാണാം മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള രാജാക്കന്മാരുടെ കാലഘട്ടം. ഇങ്ങനെ വരുന്ന ഈ ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രം ചോദിക്കുമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഈ ഒരു സിംഗിൾ വീഡിയോയിൽ തിരുവിതാംകൂറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ, കൂടാതെ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും. ഇതെല്ലാം ടൈം സ്റ്റാമ്പായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി മാത്രമാണ് നോക്കുന്നതെങ്കിൽ സ്ക്രീനിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഓരോ കാറ്റഗറിയും കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഭാഗം വരുന്ന ടൈം സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ആധുനിക തിരുവിതാംകൂർ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആധുനിക തിരുവിതാംകൂർ. അപ്പോൾ ആ ഭാഗത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായി കണക്കാക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായി കണക്കാക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ദേശങ്കിനാട് ഇന്നത്തെ കൊല്ലം, ഇളയിടത്ത് സ്വരൂപം ഇന്നത്തെ കൊട്ടാരക്കര, ആറ്റിങ്ങൽ, നെടുമങ്ങാട് എന്നിവ പോലെ തൃപ്പാപ്പൂർ രാജവംശത്തിൻ്റെ താഴ്വഴികളിലൊന്നായിരുന്നു തിരുവിതാംകൂറും, അഥവാ വേണാട്. വേണാടാണ് പിന്നെ തിരുവിതാംകൂറായത്. വേണാട്ടിലെ തൃപ്പാപ്പൂർ സ്വരൂപത്തിലെ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വേണാട് തിരുവിതാംകൂറായി വികസിച്ചു. 8 വീട്ടിൽ പിള്ളമാരും 8.5 യോഗക്കാരുമായിരുന്നു തിരുവിതാംകൂറിൻ്റെ ഭരണം കൈയാളിയിരുന്നത്. 1706 ജനിച്ച മാർത്താണ്ഡവർമ്മ അമ്മാവനായ രാമവർമ്മയിൽ നിന്ന് 1729 അധികാരം ഏറ്റെടുത്തതോടെയാണ് തിരുവിതാംകൂർ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക ശക്തിയാകുന്നത്. വഞ്ചി ഭൂപതി എന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. വഞ്ചി ഭൂപതി എന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ശ്രീ പത്മനാഭദാസൻ എന്നത്. ശ്രീ പത്മനാഭദാസൻ എന്ന പേരിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം എന്നാണ്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം തിരുവിതാംകൂറാണ്. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ. തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാമൂർത്തി ശ്രീ പത്മനാഭസ്വാമിയാണ്. തിരുവിതാംകൂറിൻ്റെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയാണ് ശ്രീ പത്മനാഭസ്വാമി. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ഹിരണ്യഗർഭം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർന്ന മിശ്രിതമാണ് പഞ്ചഗവ്യം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർന്ന മിശ്രിതമാണ് പഞ്ചഗവ്യം. മലയാളത്തിലൊരു ചോദ്യമാണ് ഹിരണ്യം എന്നത്. ഹിരണ്യം എന്നത് എന്താണെന്ന് അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. തപാൽ സംവിധാനം അഥവാ അഞ്ചൽ നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യവും തിരുവിതാംകൂറാണ്. തപാൽ സംവിധാനമായ അഞ്ചൽ നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യവും തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം തിരുവിതാംകൂറാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യവും തിരുവിതാംകൂറാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തിരുവിതാംകൂറായിരുന്നു. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം
തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം തിരുവിതാംകൂറാണ്. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ അറുമുഖം പിള്ളയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാനാണ് അറുമുഖം പിള്ള. തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ മൺറോ ആണ്. കേണൽ മൺറോ ആണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ളയാണ്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിൻ്റെ ആദ്യ റെസിഡന്റ് ദിവാൻ മൺറോ ആണ്. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ റെസിഡന്റ് ദിവാനാണ് മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് മെക്കാളയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റാണ് മെക്കാളെ പ്രഭു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ടി രാമറാവു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. മലയാളി മെമ്മോറിയൽ ടി രാമറാവു, ഈഴവ മെമ്മോറിയൽ ശങ്കര സുബ്ബയ്യ. അടുത്ത് നോക്കാനുള്ളത് തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ്. മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെയാണ് ഭരണ കാലയളവ്. 1729 മുതൽ 1758 വരെ. ജനനം 1706 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ചത് 1706 പിതാവിൻ്റെ പേര് കിളിമാനൂർ കോയ് തമ്പുരാൻ എന്നാണ്. പിതാവിൻ്റെ പേരാണ് കിളിമാനൂർ കോയ് തമ്പുരാൻ. ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് നോക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ്. ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടു. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണതലസ്ഥാനം പത്മനാഭപുരമാണ്. കൽക്കുളം എന്ന പത്മനാഭപുരമാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണതലസ്ഥാനം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനമാണ് മാവേലിക്കര. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി. വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടു. മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. രക്തവും ഇരുമ്പും നയം അഥവാ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ സ്വീകരിച്ചു. രക്തവും ഇരുമ്പും നയം സ്വീകരിച്ചു. പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടു. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ്. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. കണ്ടെഴുത്ത് അല്ലെങ്കിൽ
ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. ഭൂസർവേയുടെ അന്നത്തെ പേരാണ് കണ്ടെഴുത്ത് എന്നത്. അത് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഫ്യൂഡൽ പ്രമാണിമാരായിരുന്ന സിംഹാസനത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ച തമ്പിമാരെയും രാമൻ തമ്പിയും പത്മനാഭൻ തമ്പിയും പിള്ളമാരെയും മാടമ്പിമാരെയും അമർ ചെയ്തു. ഫ്യൂഡൽ പ്രമാണിമാരായിരുന്ന സിംഹാസനത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ചിരുന്ന നമ്പിമാരെയും പിള്ളമാരെയും മാടമ്പിമാരെയും അമർ ചെയ്തു. രാമൻ തമ്പിയും പത്മനാഭൻ തമ്പിയുമാണ് തമ്പിമാർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ രാഷ്ട്രീയ അധികാരം കൈയാളിയിരുന്ന 8 വീട്ടിൽ പിള്ളമാരെ പരാജയപ്പെടുത്തി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ രാഷ്ട്രീയ അധികാരം കൈയാളിയിരുന്ന 8 വീട്ടിൽ പിള്ളമാരെ പരാജയപ്പെടുത്തി. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത രാജാവ്. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജവും ഭദ്രദൈവവും ആരംഭിച്ച രാജാവ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജവും ഭദ്രദൈവവും ആരംഭിച്ചു. ഭദ്രദൈവം വർഷത്തിൽ 2 തവണയും മുറജപം 6 വർഷത്തിൽ ഒരിക്കലുമാണ് നടത്തുക. ഭദ്രദൈവം വർഷത്തിൽ 2 തവണയും മുറജപം 6 വർഷത്തിൽ ഒരിക്കലുമാണ് നടത്തുക. മുറജപം ആദ്യമായി ആഘോഷിച്ച വർഷം 1750 മുറജപം ആദ്യമായി ആഘോഷിച്ച വർഷം 1750 പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. പടിഞ്ഞാറേ കോട്ടയും കിഴക്കേ കോട്ടയും പണിത രാജാവ്. പടിഞ്ഞാറേ കോട്ടയും കിഴക്കേ കോട്ടയും പണിതു. ഉദയഗിരി കോട്ട പുതുക്കി പണിത രാജാവ്. നിർമ്മിച്ചത് വീരരവിവർമ്മയാണ്. വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട പണിതത്. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി. വട്ടക്കോട്ട നിർമ്മിച്ചു. തനിക്കെതിരെ ഉയർന്നു വന്ന കലാപങ്ങളെ തകർത്ത മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ കേന്ദ്രീകൃത ജനാധിപത്യം സ്ഥാപിച്ചു. തനിക്കെതിരെ ഉയർന്നു വന്ന കലാപങ്ങളെ തകർത്ത മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ കേന്ദ്രീകൃത ജനാധിപത്യം സ്ഥാപിച്ചു. തെക്കേ അറ്റം മുതൽ വടക്ക് കൊടുങ്ങല്ലൂർ വരെയുള്ള ചെറു രാജ്യങ്ങളെല്ലാം കീഴടക്കി തൻ്റെ രാജ്യത്തോട് ചേർക്കുകയോ തൻ്റെ അധീനതയിൽ നിർത്തുകയോ ചെയ്തു. തെക്കേ അറ്റം മുതൽ വടക്ക് കൊടുങ്ങല്ലൂർ വരെയുള്ള ചെറു രാജ്യങ്ങളെല്ലാം കീഴടക്കി തൻ്റെ രാജ്യത്തോട് ചേർക്കുകയോ തൻ്റെ അധീനതയിൽ നിർത്തുകയോ ചെയ്തു. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച രാജാവ്. രാജ്യത്തിൻ്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച രാജാവ്. തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം മറവപ്പട ഏർപ്പെടുത്തിയ രാജാവ്. സ്ഥിരം സൈന്യത്തിൻ്റെ പേരായിരുന്നു മറവപ്പട. തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം മറവപ്പട ഏർപ്പെടുത്തിയ രാജാവ്. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അപ്പോൾ ഇതിന് മുൻപിലുള്ള പാർട്ട് കിട്ടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമതലയേറ്റു. 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമതലയേറ്റു. 1730 8 വീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലെ മെയ്ക്ക മണ്ഡപത്ത് വെച്ച് തൂക്കിലേറ്റി. 1730 8 വീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലെ മെയ്ക്ക മണ്ഡപത്ത് വെച്ച് തൂക്കിലേറ്റി. മാർത്താണ്ഡവർമ്മ ആദ്യം കീഴടക്കിയത് ആറ്റിങ്ങലിനെയായിരുന്നു. 1730 ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ചു. മാർത്താണ്ഡവർമ്മ ആദ്യം കീഴടക്കിയത് ആറ്റിങ്ങലിനെ ആയിരുന്നു. 1730 ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ചു. 1731 ദേശങ്കിനാട് എന്നറിയപ്പെട്ടിരുന്ന കൊല്ലത്തെ കീഴടക്കി. 1731 ദേശങ്കിനാട് എന്നറിയപ്പെട്ടിരുന്ന കൊല്ലത്തെ കീഴടക്കി.
1734 കൊട്ടാരക്കര പിടിച്ചെടുത്തു. 1734 കൊട്ടാരക്കര പിടിച്ചെടുത്തു. 1741 ഓഗസ്റ്റ് 10 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. തുടർന്ന് ഡച്ച് ക്യാപ്റ്റനായിരുന്ന ഡിലനോയെ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നു. അദ്ദേഹം തിരുവിതാംകൂർ സൈന്യത്തിന് ആധുനിക പരിശീലനം നൽകി. ഡിലനോയ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു. ഡിലനോയ് സ്മാരകം കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിൽ ആണ്. ഈ കുളച്ചൽ ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം, ആഗസ്റ്റ് 10. അതിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. തുടർന്ന് ഡച്ച് ക്യാപ്റ്റനായിരുന്ന ഡിലനോയെ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നു. അദ്ദേഹം തിരുവിതാംകൂർ സൈന്യത്തിന് ആധുനിക പരിശീലനം നൽകി. ഡിലനോയ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്മാരകം ഉദയഗിരി കോട്ടയിൽ ആണ്, കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിൽ. ഈ കുളച്ചൽ ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി. ചരിത്രത്തിലാദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലൂടെയാണ്. ചരിത്രത്തിലാദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലൂടെയാണ്. 1742 കിളിമാനൂർ പിടിച്ചെടുത്തു. 1742 കിളിമാനൂർ പിടിച്ചെടുത്തു. 1742 കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 1742 കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 1746 കായംകുളം, പണ്ടത്തെ ഓടനാട്, പിടിച്ചെടുത്തു. പുറക്കാട് യുദ്ധമെന്ന് അറിയപ്പെടുന്നു. 1746 പുറക്കാട് യുദ്ധത്തിൽ കായംകുളം പിടിച്ചെടുത്തു. കായംകുളത്തിൻ്റെ പഴയ പേരാണ് ഓടനാട്. കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു. 1746 കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചു. 1749 തെക്കുംകൂർ തിരുവിതാംകൂറിനോട് ചേർത്തു. 1749 തെക്കുംകൂർ തിരുവിതാംകൂറിനോട് ചേർത്തു. 1750 ജനുവരി 3 ഒന്നാം തൃപ്പടിദാനം നടത്തി. ഇതിന് പ്രകാരം മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനെ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഇതിനു ശേഷമാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടത്. രണ്ടാം തൃപ്പടിദാനം കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നിർവഹിച്ചത്. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. 1750 ജനുവരി 3 ഒന്നാം തൃപ്പടിദാനം. ഇതിന് പ്രകാരം മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. ഇതിനുശേഷമാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടത്. രണ്ടാം തൃപ്പടിദാനം കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. 1750 ഞാവക്കാട് കർത്തക്കന്മാരുടെ കീഴിലായിരുന്ന മീനച്ചിൽ തിരുവിതാംകൂറിനോട് ചേർത്തു. 1750 ഞാവക്കാട് കർത്താക്കന്മാരുടെ കീഴിലായിരുന്ന മീനച്ചിൽ തിരുവിതാംകൂറിനോട് ചേർത്തു. 1753 ഓഗസ്റ്റ് 15 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഒപ്പിട്ടു. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. 1753 ഓഗസ്റ്റ് 15 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഒപ്പിട്ടു. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ഈ ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ കുരുമുളകിന് പകരമായി യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകണമെന്നും തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുതെന്നും ധാരണയായി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടിയാണ്. 1754 അമ്പലപ്പുഴ കീഴടക്കി. അമ്പലപ്പുഴ യുദ്ധം. അമ്പലപ്പുഴ യുദ്ധത്തിലൂടെ 1754 അമ്പലപ്പുഴ കീഴടക്കി. 1754 കൊച്ചിയുമായി ആനന്ദേശ്വരം യുദ്ധം നടത്തി. വിജയ് തിരുവിതാംകൂറായിരുന്നു. 1754 കൊച്ചിയുമായി ആനന്ദേശ്വരം യുദ്ധം നടത്തി. 1757 സാമൂതിരിക്കെതിരായി കൊച്ചിയുമായി
സൗഹൃദ ഉടമ്പടി ഒപ്പിട്ടു. 1757 സാമൂതിരിക്കെതിരെ കൊച്ചിയുമായി സൗഹൃദ ഉടമ്പടി ഒപ്പിട്ടു. 1758 ജൂലൈ മാസത്തിൽ മാർത്താണ്ഡവർമ്മ അന്തരിച്ചു. 1758 ജൂലൈ മാസത്തിലാണ് മാർത്താണ്ഡവർമ്മ അന്തരിക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ ആദ്യ തലസ്ഥാനം കൽക്കുളമായിരുന്നു. ഇത് പിന്നീട് പത്മനാഭപുരം എന്നറിയപ്പെട്ടു. മാർത്താണ്ഡവർമ്മയുടെ ആദ്യ തലസ്ഥാനം കൽക്കുളമായിരുന്നു. ഇത് പിന്നീട് പത്മനാഭപുരം എന്നറിയപ്പെട്ടു. രാമയ്യൻ ദളവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയനായ മന്ത്രി. രാമയ്യൻ ദളവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയനായ മന്ത്രി. ദളവയുടെ ആസ്ഥാനം അഥവാ കച്ചേരി മാവേലിക്കരയായിരുന്നു. ദളവയുടെ ആസ്ഥാനം അഥവാ കച്ചേരി മാവേലിക്കരയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പ്രധാന ദിവാൻമാർ 1729 മുതൽ 1736 വരെ അറുമുഖൻ പിള്ളയും 1736 മുതൽ 1737 വരെ താണുപിള്ളയും 1737 മുതൽ 1756 വരെ രാമയ്യൻ ദളവയുമാണ്. 1729 മുതൽ 36 വരെ അറുമുഖൻ പിള്ള, 36 മുതൽ 37 വരെ താണുപിള്ള, 37 മുതൽ 56 വരെ രാമയ്യൻ ദളവ. വാണിജ്യ ആസ്ഥാനവും മാവേലിക്കരയായിരുന്നു. വാണിജ്യ വകുപ്പിൻ്റെ ആസ്ഥാനം മാവേലിക്കരയായിരുന്നു. മല്ലൻ ശങ്കരൻ പള്ളിയാടി നായർ കണ്ടെഴുത്ത് അഥവാ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ നടത്തി. ഭൂസർവേ എന്ന കണ്ടെഴുത്ത് മല്ലൻ ശങ്കരൻ പള്ളിയാടി നായരാണ് നടത്തിയത്. ഗ്രാമങ്ങൾ പകുതി എന്നറിയപ്പെട്ടു. ഗ്രാമങ്ങൾ അറിയപ്പെട്ട് പകുതി എന്നാണ്. ഗ്രാമത്തലവൻ പ്രവർത്തികർ എന്നറിയപ്പെട്ടു. ഗ്രാമത്തലവനാണ് പ്രവർത്തികർ എന്നറിയപ്പെട്ടത്. ഗ്രാമങ്ങളുടെ കൂട്ടം മണ്ഡപത്തും വാതുക്കൽ എന്നറിയപ്പെട്ടു. ഗ്രാമങ്ങളുടെ കൂട്ടം മണ്ഡപത്തും വാതുക്കൽ എന്നറിയപ്പെട്ടു. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യം, നായർ ബ്രിഗേഡ്. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം പതിവ് കണക്ക് അഥവാ വാർഷിക ബജറ്റ് നടപ്പിലാക്കി. മാർത്താണ്ഡവർമ്മയാണ് പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബജറ്റ് തയ്യാറാക്കിയത്. രാജകീയ പ്രഖ്യാപനങ്ങൾ വരിയോലകൾ എന്നറിയപ്പെട്ടു. രാജകീയ പ്രഖ്യാപനങ്ങളാണ് വരിയോലകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. പള്ളികൊണ്ടൻ ഡാം, ചാട്ടുപുത്തൂർ ഡാം, ശബരി ഡാം, പന്മന ഡാം തുടങ്ങിയ ഡാമുകൾ നിർമ്മിച്ചു. പള്ളികൊണ്ടൻ ഡാം, ചാട്ടുപുത്തൂർ ഡാം, ശബരി ഡാം, പന്മന ഡാം തുടങ്ങിയ ഡാമുകൾ നിർമ്മിച്ചു. പൊന്മന അണ, പുത്തൻ അണ തുടങ്ങിയ അണക്കെട്ടുകൾ നിർമ്മിച്ചു. പൊന്മന അണ, പുത്തൻ അണ തുടങ്ങിയ അണക്കെട്ടുകൾ നിർമ്മിച്ചു. രാമപുരത്ത് വാര്യർ, ഉണ്ണായി വാര്യർ, കുഞ്ചൻ നമ്പ്യാർ എന്നിവർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്നു. രാമപുരത്ത് വാര്യർ, ഉണ്ണായി വാര്യർ, കുഞ്ചൻ നമ്പ്യാർ എന്നിവർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്നു. ആസ്ഥാന കവി കൃഷ്ണശർമ്മയായിരുന്നു. ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മ. അടുത്ത് നോക്കാനുള്ളത് എട്ടര യോഗവും എട്ട് വീട്ടിൽ പിള്ളമാരുമാണ്. എട്ടര യോഗവും എട്ട് വീട്ടിൽ പിള്ളമാരും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവാഹക സമിതിയാണ് എട്ടര യോഗം. ഇനി ഇതിനെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം. ശങ്കുണ്ണിമേനോന്റെ അഭിപ്രായത്തിൽ 8 അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു ഭരണസമിതിയാണിത്. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് 8 പോറ്റി അംഗങ്ങൾക്ക് ഓരോ വോട്ടും മഹാരാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത്. ടി കെ വേലുപ്പിള്ളിയുടെ അഭിപ്രായത്തിൽ യോഗത്തിൽ 7 പോറ്റിമാരും ഒരു നായരും മഹാരാജാവുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മതിലകം രേഖകളിൽ പറയുന്നതനുസരിച്ച് 8ാം യോഗത്തിൽ 6 പോറ്റിമാരും സ്വാമിമാരും സഭാനായകനും സാമാജികനും കണക്കപ്പിള്ളയും കാര്യദർശിയും ആയ ഒരാളും ഉൾപ്പെട്ടിരുന്നു. മാർത്താണ്ഡമഠത്തിൽ പിള്ള, രാമനാമഠം പിള്ള, കുളത്തൂർ പിള്ള, കഴക്കൂട്ടം പിള്ള, വെങ്ങാനൂർ പിള്ള, ചെമ്പഴന്തി പിള്ള, കുടമൺ പിള്ള, പള്ളിച്ചൽ പിള്ള എന്നിവരായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ. 8 വീട്ടിൽ പിള്ളമാർ വരെയൊക്കെയാണ് 8 നായർ തറവാടുകൾ അവിടുത്തെ പിള്ളമാർ. മാർത്താണ്ഡമഠത്തിൽ പിള്ള, രാമനാമഠം പിള്ള, കുളത്തൂർ പിള്ള, കഴക്കൂട്ടം പിള്ള, വെങ്ങാനൂർ പിള്ള, ചെമ്പഴന്തി പിള്ള, കുടമൺ പിള്ള,
പള്ളിച്ചൽ പിള്ള എന്നിവരായിരുന്നു ആ എട്ട് പിള്ളമാർ. മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന 8 വീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിൻ്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി. മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന 8 വീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിൻ്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി. 8 തറവാടുകളും ഇടിച്ചു നിരത്തി കുളങ്ങൾ നിർമ്മിച്ചു. ഇതോടെയാണ് കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത്. കുളം തോണ്ടുക. നമ്മളിതിന് മുമ്പിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് വരുന്ന രാജാവാണ് ധർമ്മരാജ. കിഴവൻ രാജ എന്നറിയപ്പെടുന്ന ധർമ്മരാജയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. 1758 മുതൽ 1798 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടം. 1758 മുതൽ 1798 വരെ. ജനനം 1724 1724 ധർമ്മരാജ ജനിച്ചത്. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവ്. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന് ധർമ്മരാജയാണ്. യഥാർത്ഥ പേര് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജാവിൻ്റെ പ്രഗത്ഭരായ 2 മന്ത്രിമാരായിരുന്നു രാജ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും. രാജ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും ധർമ്മരാജാവിൻ്റെ പ്രശസ്തരായ 2 മന്ത്രിമാരായിരുന്നു. ദിവാൻ പദവി സ്വീകരിച്ച ആദ്യത്തെ മന്ത്രിയായിരുന്നു രാജ കേശവദാസ്. ദിവാൻ എന്ന പദവി സ്വീകരിച്ച ആദ്യത്തെ മന്ത്രിയായിരുന്നു രാജ കേശവദാസ്. ജനങ്ങൾ അദ്ദേഹത്തെ വലിയ ദിവാൻജി എന്ന് വിളിച്ചു. യഥാർത്ഥ പേര് കേശവപിള്ള എന്നാണ്. ജനങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് വലിയ ദിവാൻജി എന്നാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നാണ്. രാജ കേശവദാസ്. മോണിങ്ടൺ പ്രഭുവാണ് കേശവപിള്ളയ്ക്ക് രാജ കേശവദാസ് എന്ന പേര് നൽകിയത്. വെല്ലസ്ലി പ്രഭുവാണ് മോണിങ്ടൺ പ്രഭു എന്ന് കരുതുന്നു. മോണിങ്ടൺ എന്ന പ്രഭുവാണ് കേശവപിള്ളയ്ക്ക് രാജ കേശവദാസ് എന്ന പേര് നൽകിയത്. വെല്ലസ്ലി പ്രഭുവാണ് മോണിങ്ടൺ പ്രഭു എന്ന് കരുതപ്പെടുന്നു. രാജ കേശവദാസിനെ ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പിയായി കരുതുന്നു. ചാലക്കമ്പളത്തിൻ്റെ ശില്പിയാണ് ഇദ്ദേഹം. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിത ദിവാനും രാജ കേശവദാസാണ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പിയായി കരുതപ്പെടുന്നത് രാജ കേശവദാസിനെയാണ്. ചാലക്കമ്പളത്തിൻ്റെ ശില്പിയും രാജ കേശവദാസാണ്. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിത ദിവാനും രാജ കേശവദാസ് ആണ്. വർക്കലയെ ശ്രദ്ധേയമായ പട്ടണമാക്കി വളർത്തിയത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയായിരുന്നു. അതുകൊണ്ട് തന്നെ വർക്കല നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു മാർത്താണ്ഡപിള്ളയാണ്. വർക്കലയെ ശ്രദ്ധേയമായ പട്ടണമാക്കി വളർത്തിയത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. അദ്ദേഹമാണ് വർക്കല നഗരത്തിൻ്റെ ശില്പി. ധർമ്മരാജയുടെ ആദ്യ ദളവ. ധർമ്മരാജയുടെ ആദ്യത്തെ ദളവയായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദളവ. തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ചു. കൊച്ചിയിലെ പാലിയത്ത് കോമി അച്ഛനുമായി ചേർന്ന് 1762 ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച ദിവാൻ. കൊച്ചിയിലെ പാലിയത്ത് കോമി അച്ഛനുമായി ചേർന്ന് 1762 ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച ദിവാനാണ്. മൈസൂറിൻ്റെ ഭീഷണിയെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, കോഴിക്കോട് എന്നീ രാജ്യങ്ങൾ പരസ്പരം സഖ്യത്തിലേർപ്പെട്ടു. മലബാറിൽ നിന്നും കൊച്ചിയിൽ നിന്നും അഭയം തേടി വന്നവർക്ക് തിരുവിതാംകൂർ അഭയം നൽകി. അതിനാൽ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ എന്നറിയപ്പെട്ടു. തിരുവിതാംകൂർ ധർമ്മരാജ്യമെന്നും അറിയപ്പെടുന്നു. മൈസൂറിൻ്റെ ഭീഷണിയെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, കോഴിക്കോട് എന്നീ രാജ്യങ്ങൾ പരസ്പരം സഖ്യത്തിൽ ഏർപ്പെട്ടു. മലബാറിൽ നിന്നും കൊച്ചിയിൽ നിന്നും അഭയം തേടി വന്നവർക്ക് തിരുവിതാംകൂർ അഭയം നൽകി. അതിനാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയെ
ധർമ്മരാജ എന്ന് വിളിച്ചു. തിരുവിതാംകൂർ ധർമ്മരാജ്യമെന്നും അറിയപ്പെട്ടു. കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവ്. കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവ്. ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം, അതായത് 1000 കൽ മണ്ഡപം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം 1000 കല്ലുകൊണ്ടുള്ള മണ്ഡപം അതിന് പണി കഴിപ്പിച്ചത് ധർമ്മരാജയാണ്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. രണ്ടാം തൃപ്പടിദാനം 1766 ആയിരുന്നു. അത് നടത്തിയത് ധർമ്മരാജ ആണ്. ഒന്നാം തൃപ്പടിദാനം 1750 അത് മാർത്താണ്ഡവർമ്മയായിരുന്നു. ഒന്നാം തൃപ്പടിദാനം 1750. പിന്നെ 16 വർഷം കഴിഞ്ഞിട്ട് 1766 രണ്ടാം തൃപ്പടിദാനം. 1789 ടിപ്പു സുൽത്താൻ്റെ അല്ലെങ്കിൽ മൈസൂർ പടയുടെ മുന്നേറ്റത്തെ ചെറുക്കാനായി ഡിലനോയുടെ നേതൃത്വത്തിൽ മധ്യ കേരളത്തിൽ, അതായത് തൃശ്ശൂരിൽ നെടുങ്കോട്ട നിർമ്മിച്ചു. 1789 ടിപ്പു സുൽത്താൻ്റെ മുന്നേറ്റത്തെ ചെറുക്കാനായി ഡിലനോയുടെ നേതൃത്വത്തിൽ മധ്യ കേരളത്തിൽ തൃശ്ശൂരിൽ നെടുങ്കോട്ട നിർമ്മിച്ചു. ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവ്. 1789 ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവ്. 1789 ടിപ്പു തിരുവിതാംകൂറിനെ ആക്രമിച്ചു. ടിപ്പു തിരുവിതാംകൂറിനെ ആക്രമിച്ചത് 1789 1795 ധർമ്മരാജാവ് രാജ്യത്തിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. 1795 ധർമ്മരാജാവ് രാജ്യത്തിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെ അലങ്കരിച്ചു. കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെ അലങ്കരിച്ചു. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ്. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ്. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജാവാണ്. രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവ്. രാജസൂയം ആട്ടക്കഥ രചിച്ചത് ധർമ്മരാജയാണ്. രാജസൂയം ആട്ടക്കഥ. ഇതര മത അനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവ്. റോമിലെ പോപ്പിൻ്റെ കത്ത് ധർമ്മരാജയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് ധർമ്മരാജാവാണ്. ജനങ്ങൾ കിഴവൻ രാജ എന്ന് വിളിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ കിഴവൻ രാജ എന്ന് വിളിച്ചു. 1798 ഫെബ്രുവരി 17 അന്തരിച്ചു. 1798 ഫെബ്രുവരി മാസം 17 തീയതി അന്തരിച്ചു. ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ. ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. എന്നാൽ നളചരിതം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. കിളിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാർ, ആട്ടക്കഥ ഉണ്ണായി വാര്യർ. നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യർ, നളചരിതം കിളിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാർ. ഊഴിയം വേല, ഫോഴ്സ്ഡ് ലേബർ. ഊഴിയം വേല അഥവാ ഫോഴ്സ്ഡ് ലേബർ. വേതനം കൊടുക്കാതെ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന രീതി തിരുവിതാംകൂറിൽ നിലനിന്നിരുന്നു. ഇത് ഊഴിയം വേല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വേതനം കൊടുക്കാതെ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്ന രീതിയാണ് ഊഴിയം വേല, ഫോഴ്സ്ഡ് ലേബർ.
ഇനി നമുക്ക് നോക്കാനുള്ളത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ചാണ്. 1798 മുതൽ 1810 വരെയാണ് ഭരണ കാലഘട്ടം. 1798 മുതൽ 1810 വരെ ഭരണകാലഘട്ടമാണ് അത്. ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ്. ഏറ്റവും ദുർബലനായിരുന്ന രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ്. ഈ കാലഘട്ടത്തിൽ ഭരണം നിയന്ത്രിച്ചത് ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തു തരകൻ എന്നിവരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഭരണം നിയന്ത്രിച്ചിരുന്നത് ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തു തരകൻ എന്നിവരായിരുന്നു. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയത്. മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡൻ്റായി അധികാരമേറ്റ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡൻ്റായി അധികാരമേറ്റ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്. 1800 അദ്ദേഹം വേലുത്തമ്പിയെ ദളവയെ നിയമിച്ചു. 1800. അടുത്തായിട്ട് നോക്കാനുള്ളത് വേലുത്തമ്പി ദളവയെക്കുറിച്ചാണ്. 1802 മുതൽ 1809 വരെ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നായിരുന്നു. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ജനനം 1765 മെയ് 6 കന്യാകുമാരിയിലെ കൽക്കുളത്ത്. ജനനം 1765 മെയ് 6 കന്യാകുമാരിയിലെ കൽക്കുളത്തായിരുന്നു. വേലുത്തമ്പി ദളവയുടെ തറവാടിൻ്റെ പേര് തലക്കുളത്ത് വീട് എന്നായിരുന്നു. വേലുത്തമ്പി ദളവയുടെ തറവാടിൻ്റെ പേര് തലക്കുളത്ത് വീട് എന്നായിരുന്നു. മരണം 1809 മാർച്ച് 29 മണ്ണടിയിൽ. 1809 മാർച്ച് 29 മണ്ണടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്യുകയായിരുന്നു. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ആത്മത്യാഗം ചെയ്തു. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണമ്മൂലയിൽ പ്രദർശിപ്പിച്ചു. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണമ്മൂലയിൽ പ്രദർശിപ്പിച്ചു. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ പ്രദേശത്തെ കാട് വെട്ടിത്തെളിച്ച് കൃഷിക്ക് ഉപയുക്തമാക്കി. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ പ്രദേശത്തെ കാട് വെട്ടിത്തെളിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കി. തിരുവിതാംകൂറിലെ റെസിഡൻ്റായി നിയമിതനായ കേണൽ മെക്കാളെ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്ന് വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധം വഷളായി. തുടർന്ന് അദ്ദേഹം കൊച്ചിയിലെ പാലിയത്തച്ഛനുമായി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി കലാപം സംഘടിപ്പിച്ചു. എന്നാൽ ഇത് പരാജയപ്പെട്ടതിനെ തുടർന്ന് വേലുത്തമ്പി 1809 ജനുവരി 11 കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരം നടത്തി. ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ആ വിളംബരം കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നു. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കുണ്ടറ വിളംബരത്തെക്കുറിച്ചാണ്. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. 1809 ജനുവരി 11. 1809 ജനുവരി 11. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. കൊല്ലത്ത് ഹജ്ജൂർ കച്ചേരി സ്ഥാപിച്ചു. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷി യോഗ്യമാക്കി. വേലുത്തമ്പി ദളവ മ്യൂസിയം മണ്ണടിയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നാഷണൽ മ്യൂസിയത്തിലാണ്. ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത്. കിഴക്കിൻ്റെ വെനീസ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവായിരുന്നു. 1900 അദ്ദേഹം സന്ദർശനം നടത്തിയത്. അപ്പോഴാണ് രണ്ടാം ഈഴ മെമ്മോറിയൽ അദ്ദേഹത്തിന് സമർപ്പിച്ചത്.
അദ്ദേഹമാണ് ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് വൈസ്രോയി ആയിരുന്നു കഴ്സൺ പ്രഭു. 1900 അദ്ദേഹം സന്ദർശനം നടത്തിയത്. 2ാം ഈഴ മെമ്മോറിയൽ അദ്ദേഹത്തിനാണ് സമർപ്പിച്ചത്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഉമ്മിണിത്തമ്പി ദളവ 1809 മുതൽ 1810 വരെ. ഉമ്മിണിത്തമ്പി ദളവ 1809 1810. വേലുത്തമ്പിയെ തുടർന്ന് ഉമ്മിണിത്തമ്പിയാണ് തിരുവിതാംകൂറിൽ ദിവാനായത്. വേലുത്തമ്പിക്ക് ശേഷം ഉമ്മിണിത്തമ്പി. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ബാലരാമപുരം ഒരു പട്ടണമായി വളർന്നത്. ഉമ്മിണിത്തമ്പിയുടെ കാലത്താണ് ബാലരാമപുരം ഒരു പട്ടണമായി വളർന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിനായി അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിനായി അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി. കേണൽ മൺറോയെ വധിക്കാനായി നടത്തിയ 1812 കൊല്ലം സൈനിക ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് ഉമ്മിണിത്തമ്പിയായിരുന്നു. കേണൽ മൺറോയെ വധിക്കാനായി നടത്തിയ 1812 കൊല്ലം സൈനിക ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് ഉമ്മിണിത്തമ്പിയായിരുന്നു. അടുത്ത നോക്കാനുള്ളത് റാണി ഗൗരി ലക്ഷ്മിബായി 1810 മുതൽ 1815 വരെ. 1810 1815 5 വർഷം. ഇതൊക്കെ ഭരണ കാലഘട്ടമാണ്. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. 1810 കേണൽ മൺറോയെ ദിവാനായി നിയമിച്ചു. 1810 കേണൽ മൺറോയെ ദിവാനായി നിയമിച്ചു. സ്വാതി തിരുനാളിൻ്റെ അമ്മയാണ്. 1811 ശതാവരി ഓലകൾ എന്ന നിയമരേഖ നടപ്പിലാക്കി. 1811 ശതാവരി ഓലകൾ എന്ന നിയമരേഖ നടപ്പിലാക്കി. 1811 ദേവസ്വം വകുപ്പ് സ്ഥാപിച്ചു. 1811 ദേവസ്വം വകുപ്പ് സ്ഥാപിച്ചു. 1815 ഊഴിയം വേല നിരോധിച്ചു. 1815 ഊഴിയം വേല നിരോധിച്ചു. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812 ഡിസംബർ 5. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് 1812 ഡിസംബർ 5. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് റെസിഡന്റ് കേണൽ മൺറോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് റെസിഡന്റ് കേണൽ മൺറോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി. ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരി. ഈ പറഞ്ഞെല്ലാം തന്നെ റാണി ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ചാണ്. പാർവതിബായി ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി ആണെന്ന് ഓർത്തിരിക്കുക. ലക്ഷ്മി എന്ന് ഓർത്തിരിക്കുക. ലക്ഷ്മിയാണ് ആദ്യത്തെ സ്വാതി തിരുനാളിൻ്റെ അമ്മ. അത് കഴിഞ്ഞിട്ടാണ് പാർവതിബായി വരുന്നത്. ഊഴിയം വേല അഥവാ ഫോഴ്സ്ഡ് ലേബർ, വേതനം കൊടുക്കാതെ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന രീതി തിരുവിതാംകൂറിൽ നിലനിന്നിരുന്നു. ഇത് ഊഴിയം വേല എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഗൗരി ലക്ഷ്മിബായി നിർത്തലാക്കി. ഊഴിയം വേല. ഇനി അടുത്തായിട്ട് നോക്കാനുള്ളത് റാണി ഗൗരി പാർവതിബായിയെ കുറിച്ചാണ്. 1815 മുതൽ 1829 വരെയാണ് ഭരണ കാലയളവ്. 1815 1829. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻ ഭരണാധികാരി. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻ ഭരണാധികാരി. 1816 നാഗർകോവിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS സ്ഥാപിക്കപ്പെട്ടപ്പോൾ
തിരുവിതാംകൂർ ഭരണാധികാരി. 1816 നാഗർകോവിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS സ്ഥാപിക്കപ്പെട്ടപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. ആലപ്പുഴ കോട്ടയം പ്രദേശങ്ങളിൽ ചർച്ച് മിഷൻ സൊസൈറ്റി CMS ഇവിടെ പ്രവർത്തനം വ്യാപകമായി. അവരുടെ കാലത്താണ് ആലപ്പുഴ കോട്ടയം പ്രദേശങ്ങളിൽ ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMSന്റെ പ്രവർത്തനം വ്യാപകമായത്. വീടിന്റെ മേൽക്കൂരകൾ ഓട് ഇടുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കി. ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓട് മേയാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി. ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓട് മേയാനുള്ള അവകാശം നൽകിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി. എല്ലാവർക്കും സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ച ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം നൽകി. സ്വർണത്തിനും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിമപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി. സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിമപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ്. വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണികഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണികഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. അവരുടെ പേരിൽ തന്നെയാണ്. 1817 പ്രാദേശിക ഭാഷാ സ്കൂളുകൾ ആരംഭിച്ചു. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. 1817 പ്രാദേശിക ഭാഷാ സ്കൂളുകൾ ആരംഭിച്ചു. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണിയാണ് മഹാറാണി ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണിയാണ് മഹാറാണി ഗൗരി പാർവതിബായി. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരി. സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ്. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരി. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ റാണി ഗൗരി പാർവതിബായിയെ കുറിച്ചാണ്. പാർവതിബായി. ഇനി അടുത്തായിട്ട് നോക്കാനുള്ളത് സ്വാതി തിരുനാളിനെ കുറിച്ചാണ്. 1829 മുതൽ 1846 വരെ. സ്വാതി തിരുനാൾ യഥാർത്ഥ പേര് രാമവർമ്മ എന്നാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നാണ്. ജനനം 1813 ഏപ്രിൽ 16 സ്വാതി തിരുനാളിൻ്റെ ജനനം 1813 ഏപ്രിൽ 16 മരണം 1846 ഡിസംബർ 27 അദ്ദേഹത്തിന് 33 വയസ്സിൽ 1846 ഡിസംബർ 27 അദ്ദേഹം അന്തരിച്ചത്. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നിങ്ങനെ അറിയപ്പെട്ടു. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നൊക്കെ അറിയപ്പെട്ടു. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടു. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടു. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്നു. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരൻ ആയിരുന്നു. അധ്യാപകനാണ് സുബ്രാവു. അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു സുബ്രാവു. 18ലധികം ഭാഷകൾ അനായാസന കൈകാര്യം ചെയ്തിരുന്ന ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ രാജാവ്. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകി. തിരുവനന്തപുരത്ത് രാജാ ഫ്രീ സ്കൂൾ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് രാജാ ഫ്രീ സ്കൂൾ ആരംഭിച്ചു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. ഹജ്ജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഹജ്ജൂർ കച്ചേരി തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്ക് മാറ്റി. മുൻസിഫ് കോടതി സ്ഥാപിച്ചു. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു.
സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. സ്വാതി തിരുനാളിൻ്റെ സമയത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റാണ് കല്ലൻ സാഹിബ്. നിയമകാര്യങ്ങളിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയാണത്. സ്വാതി തിരുനാളിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്നു കല്ലൻ സാഹിബ്. അദ്ദേഹത്തിനെ നിയമകാര്യങ്ങളിൽ സഹായിച്ചിരുന്നു. സുബ്ബാനന്ദ ദിവാനും കണ്ടൻ മേനോൻ ദിവാൻ പേഷ്കാറുമായിരുന്നു. സുബ്ബാനന്ദ ദിവാനും കണ്ടൻ മേനോൻ ദിവാൻ പേഷ്കാറുമായിരുന്നു സ്വാതി തിരുനാളിൻ്റെ. 1834 ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. 1834 ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. 1835 ശുചീന്ദ്രം കൈമുക്ക് എന്ന ശിക്ഷാ നടപടി അവസാനിപ്പിച്ചു. 1835 ശുചീന്ദ്രം കൈമുക്ക് എന്ന ശിക്ഷാ നടപടി അവസാനിപ്പിച്ചു. 1836 തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് ആരംഭിച്ചു. 1836 തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് ആരംഭിച്ചു. തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് ആയില്യം തിരുനാളായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് സ്വാതി തിരുനാളാണെങ്കിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആയില്യം തിരുനാളാണ്. രണ്ടും മാറിപ്പോകാതെ ഓർത്തിരിക്കുക. തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമങ്ങൾ 1836 നടപ്പിലാക്കി. തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമങ്ങൾ 1836 നടപ്പിലാക്കി. 1837 തിരുവനന്തപുരത്ത് വാഹന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു. 1837 തിരുവനന്തപുരത്ത് വാഹന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു. 1837 വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. 1837 വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. 1839 തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കി. 1839 തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കി. ഭക്തമഞ്ജരി, പത്മനാഭ ശതകം, അജാമിളോപാഖ്യാന, കുചേലോപാഖ്യാന എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കൃത കൃതികൾ. ഭക്തമഞ്ജരി, പത്മനാഭ ശതകം, അജാമിളോപാഖ്യാന, കുചേലോപാഖ്യാന അദ്ദേഹത്തിൻ്റെ സംസ്കൃത കൃതികൾ. ഉത്സവ പ്രബന്ധം, സ്യാനന്തപുര വർണ്ണന പ്രബന്ധം എന്നിവ മറ്റ് കൃതികളാണ്. ഉത്സവ പ്രബന്ധം, സ്യാനന്തപുര വർണ്ണ പ്രബന്ധം മറ്റ് കൃതികളാണ്. 1784 വില്യം ജോൺസ് സ്ഥാപിച്ച ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൽ 1843 മുതൽ സ്വാതി തിരുനാൾ അംഗമായിരുന്നു. 1784 വില്യം ജോൺസ് സ്ഥാപിച്ച ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൽ 1843 മുതൽ സ്വാതി തിരുനാൾ അംഗമായിരുന്നു. 200 കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചു. 200 കീർത്തനങ്ങൾ രചിച്ചു. പത്മനാഭവാഹി, ദേവദേവ സരസിജനാഭ, ശ്രീരമണ വിഭോ എന്നിവയായിരുന്നു സ്വാതി തിരുനാളിന് ഏറ്റവും പ്രിയപ്പെട്ട കീർത്തനങ്ങൾ. ഉത്സവ പ്രബന്ധം മലയാളത്തിൽ അദ്ദേഹം രചിച്ച പ്രധാന കൃതിയായിരുന്നു. പത്മനാഭവാഹി, ദേവദേവ സരസിജനാഭ, ശ്രീരമണ വിഭോ എന്നിവയായിരുന്നു സ്വാതി തിരുനാളിന് ഏറ്റവും പ്രിയപ്പെട്ട കീർത്തനങ്ങൾ. ഉത്സവ പ്രബന്ധം മലയാളത്തിൽ അദ്ദേഹം രചിച്ച പ്രധാന കൃതിയായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കുതിരമാളിക നിർമ്മിച്ചത്. സിവിൽ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, തിരുവനന്തപുരത്ത് മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ് 1837 എന്നിവ പണികഴിപ്പിച്ചു. കുതിരമാളിക, സിവിൽ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, തിരുവനന്തപുരത്ത് മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ് എന്നിവ പണികഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. കോകിലകണ്ഠം എന്നറിയപ്പെട്ട മേരുസ്വാമി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്ത സംഗീതജ്ഞനായിരുന്നു. കോകിലകണ്ഠം എന്നറിയപ്പെട്ട മേരുസ്വാമി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്ത സംഗീതജ്ഞനായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർ. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർ. സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞർ ആണ് ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായ വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ എന്നിവർ. സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞർ ആയിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി,
മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യരായ വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ എന്നിവർ. ഈരമ്മൻ തമ്പി സ്വാതിരുനാളിൻ്റെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്ന പ്രശസ്ത കവിയായിരുന്നു. സ്വാതിരുനാളിൻ്റെ ആസ്ഥാന കവി ഈരമ്മൻ തമ്പിയായിരുന്നു സ്വാതിരുനാളിൻ്റെ ആസ്ഥാന കവി. ഓമനത്തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഓമനത്തിങ്കൾ കിടാവോ, ഇരയിമ്മൻ തമ്പി. ഉത്തരാസ്വയംവരം ആട്ടക്കഥ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഉത്തരാസ്വയംവരം ആട്ടക്കഥ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഇനി അതിൽ നമുക്ക് നോക്കാനുള്ളത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. 1846 മുതൽ 1860 വരെയാണ് ഭരണ കാലയളവ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ജനനം 1782 1782 ജനനം. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ്. 1857 തിരുവിതാംകൂറിലെ ആദ്യത്തെ തപാൽ ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിച്ചു. 1857 തിരുവിതാംകൂറിലെ ആദ്യത്തെ തപാൽ ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിച്ചു. 1859 ജൂലൈ 26 തിരുവിതാംകൂറിൽ ചാന്നാർ കലാപം അഥവാ മേൽമുണ്ട് സമരം നടന്നു. ഉത്തരം തിരുനാൾ രാജാവ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ചു. ഉത്തരവ് പുറപ്പെടുവിച്ചത് 1859 ജൂലൈ 26 1859 ജൂലൈ 26 തിരുവിതാംകൂറിൽ ചാന്നാർ കലാപം അഥവാ മേൽമുണ്ട് സമരം നടന്നു. ഉത്തരം തിരുനാൾ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ചു. ഉത്തരവ് പുറപ്പെടുവിച്ചത് 1859 ജൂലൈ 26 1850 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചു. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി. 1854 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചു. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി. 1859 അയർലൻഡുകാരനായ ജെയിംസ് ഡാറാസ് മെയിൻ കയർ ഫാക്ടറി എന്ന ആദ്യത്തെ ആധുനിക കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി. 1859 അയർലൻഡുകാരനായ ജെയിംസ് ഡാറാസ് മെയിൻ കയർ ഫാക്ടറി എന്ന ആദ്യത്തെ ആധുനിക കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി. അടുത്തതായി നോക്കാനുള്ളത് ആയില്യം തിരുനാളിനെ കുറിച്ചാണ്. 1860 മുതൽ 1880 വരെ ആയില്യം തിരുനാൾ. ജനനം 1832 മാർച്ച് 14 അദ്ദേഹം ജനിച്ചത് 1832 മാർച്ച് 14 മരണം 1880 മെയ് 30 അദ്ദേഹം മരിച്ചത് 1880 മെയ് 30 തിരുവിതാംകൂറിൽ കാർഷിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. തിരുവിതാംകൂറിൽ കാർഷിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1861 സർക്കാർ തപാൽ വകുപ്പ് അഥവാ അഞ്ചൽ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. 1861 സർക്കാർ തപാൽ വകുപ്പ് അഥവാ അഞ്ചൽ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. 1865 തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. 1865 തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. 1866 യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിതമായി. 1866 യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിതമായി. 1866 വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടി. 1866 വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടി. 1867 ജന്മികുടിയൻ വിളംബരം നടത്തി. 1867 ജന്മികുടിയൻ വിളംബരം നടത്തി.
1869 തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരം സെക്രട്ടേറിയറ്റ് പണികഴിപ്പിച്ചു. 1869 തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരം അഥവാ സെക്രട്ടേറിയറ്റ് പണികഴിപ്പിച്ചു. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവ്. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവ്. 1875 തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചു. 1875 തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചു. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. സന്ദിഷ്ടവാദി എന്ന പത്രം നിരോധിച്ച തിരുവിതാംകൂർ രാജാവ്. സന്ദിഷ്ടവാദി എന്ന പത്രം നിരോധിച്ച തിരുവിതാംകൂർ രാജാവ്. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ലോ കോളേജ് 1875. ഗവൺമെൻറ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, ആലപ്പുഴ വിളക്കുമാടം എന്നിവ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ലോ കോളേജ്, ഗവൺമെൻറ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, ആലപ്പുഴ വിളക്കുമാടം എന്നിവ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ ആശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്. തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ ആശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്. നിയമസഭാ മന്ദിരം അഥവാ സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ടി മാധവ റാവു ആണ്. നിയമസഭാ മന്ദിരം അഥവാ സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാനാണ് ടി മാധവ റാവു. നിയമസഭാ മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ. നിയമസഭാ മന്ദിരത്തിൻ്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ. അടുത്തായിട്ട് നോക്കാനുള്ളത് വിശാഖം തിരുനാളിനെ കുറിച്ചാണ്. 1180 മുതൽ 1185 വരെ 5 വർഷമാണ്. 1180 മുതൽ 85 വരെ. ജനനം 1137 മെയ് 19-നാണ്. അതായത് ജനിച്ചത് 1137 മെയ് 19-നാണ്. മരണം 1185 ഓഗസ്റ്റ് 4-നായിരുന്നു. അദ്ദേഹം മരിച്ചത് 1185 ഓഗസ്റ്റ് 4-നാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് ദ സ്റ്റേറ്റ്മാൻ, കൽക്കട്ട റിവ്യൂ എന്നിവ. ദ സ്റ്റേറ്റ്മാൻ, കൽക്കട്ട റിവ്യൂ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്തെ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്തെ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ്. ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖ്. ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തിമില്ല് 1881 കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തിമില്ല് 1881 കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ്. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ്. നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. അടുത്താണ് നോക്കാനുള്ളത് ശ്രീമൂലം തിരുനാളിനെ കുറിച്ചാണ്. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. 1185 മുതൽ 1924 വരെ.
1885 മുതൽ 1924 വരെ. ജനനം 1857 അദ്ദേഹം ജനിച്ചത് 1857. മരണം 1924 1924. 1904 മുതൽ 1914 വരെ പി രാജഗോപാലാചാരി ദിവാനായിരുന്നു. 1904 മുതൽ 1914 വരെ പി രാജഗോപാലാചാരി ദിവാനായിരുന്നു. 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ രാജാവ്. 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ രാജാവ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന ആദ്യത്തെ നിയമനിർമ്മാണ സഭയ്ക്ക് 1888 മാർച്ച് 30 രൂപം നൽകി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന ആദ്യത്തെ നിയമനിർമ്മാണ സഭയ്ക്ക് 1888 മാർച്ച് 30 രൂപം നൽകി. 1888 ശ്രീനാരായണ ഗുരുവിൻ്റെ അരിയുപ്പുറം പ്രതിഷ്ഠ. 1888 ശ്രീനാരായണ ഗുരുവിൻ്റെ അരിയുപ്പുറം പ്രതിഷ്ഠ. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ. 1896 തിരുവിതാം ജന്മികുടിയാൻ റെഗുലേഷൻ പാസാക്കിയ രാജാവ്. 1896 തിരുവിതാംകൂർ ജന്മികുടിയാൻ റെഗുലേഷൻ പാസാക്കിയ രാജാവ്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. 1901 തിരുവനന്തപുരം കൊല്ലം റെയിൽവേ ലൈനിൻ്റെ സർവേ നടത്തി. 1901 തിരുവനന്തപുരം കൊല്ലം റെയിൽവേ ലൈനിൻ്റെ സർവേ നടത്തി. 1903 SNDP രൂപീകൃതമായി. 1903. 1904 ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചു. 1904 ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചു. 1904 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയി. 1904 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയി. 1908 മെയ് 27 കൃഷിക്കും ജലസേചനത്തിനു വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ചു. 1908 മെയ് 27 കൃഷിക്കും ജലസേചനത്തിനു വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ചു. 1910 സ്വദേശാമാനി കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി. 1910 സ്വദേശാമാനി കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി. 1914 NSS. 1914 NSS. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം. 1924 വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി, VJT ഹാൾ നിർമ്മാണം എന്നിവ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി, VJT ഹാൾ നിർമ്മാണം എന്നിവ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു.
ശ്രീമൂലം പ്രജാസഭയെക്കുറിച്ച് നോക്കാം. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904 ഒക്ടോബർ 1 1904 ഒക്ടോബർ 1 ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത്. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22 ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22 ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 88 പേരാണ്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 88 പേരാണ്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ഹാളിലാണ്. VJT ഹാൾ എന്ന വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിലാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളിയാണ്. ഇനി ഒരു ഭാഗത്ത് നമുക്ക് നോക്കുന്നത് പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ബായിയെക്കുറിച്ചാണ്. 1924 മുതൽ 1931 വരെ പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ബായി. ജനനം 1895 അവർ ജനിച്ചത് 1895. മരണം 1985 1985. നടുക്കുള്ള രണ്ടക്ഷരം പരസ്പരം മാറ്റി കഴിഞ്ഞാൽ ജനനവും മരണവും കിട്ടും. ശ്രീ ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജൻ്റായി ഭരണം നടത്തി. ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ അവർക്ക് പകരം റീജൻ്റായി ഭരണം നടത്തിയത് സേതുലക്ഷ്മി ബായിയാണ്. തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ രാജ്ഞി. തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ രാജ്ഞിയാണ്. 1925 ഗാന്ധിജി സന്ദർശനം നടത്തി. 1925 ഗാന്ധിജി സന്ദർശനം നടത്തി. 1925 മരുമക്കത്തായതിനു പകരം മക്കത്തായം നടപ്പിലാക്കി. 1925 മരുമക്കത്തായതിനു പകരം മക്കത്തായം നടപ്പിലാക്കി. 1925 തിരുവിതാംകൂറിൽ ദേവദാസി അഥവാ കുടിക്കാരി സമ്പ്രദായം നിർത്തലാക്കി. 1925 തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം അഥവാ കുടിക്കാരി സമ്പ്രദായം നിർത്തലാക്കി. 1925 തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചു. 1925 തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ബായിക്കാണ്. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ബായിക്കാണ്. 1926 തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കി. തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കിയത് സേതുലക്ഷ്മി ബായിയാണ്. 1926 ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. 1929 തിരുവനന്തപുരം വൈദ്യുതീകരിച്ചപ്പോൾ ഭരണാധികാരി. 1929 തിരുവനന്തപുരം വൈദ്യുതീകരിച്ചു. ആ സമയത്തെ ഭരണാധികാരി. അടുത്തടുത്ത് നോക്കാനുള്ളത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ചാണ്. 1931 മുതൽ 1949 വരെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ജനനം 1912 നവംബർ 7 ജനനം 1912 നവംബർ 7. മരണം 1991 ജൂലൈ 20. 1991 ജൂലൈ 20. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി. അദ്ദേഹമാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി. 1932 നിവർത്തന പ്രക്ഷോഭ സമയത്തെ ഭരണാധികാരി. 1932 നിവർത്തന പ്രക്ഷോഭ സമയത്തെ ഭരണാധികാരി. 1932 തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചു. 1932 തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക്. 1936 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം.
1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചു. 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചു. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവത്കൃതമായി. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവത്കൃതമായി. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചു. 1943 തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചു. 1943 തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചു. 1944 പ്രായപൂർത്തി വോട്ടവകാശം. 1944 പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. 1945 ട്രാവൻകൂർ ടൈറ്റാനിയം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. 1945 ട്രാവൻകൂർ ടൈറ്റാനിയം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. 1946 പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമര സമയത്തെ രാജാവ്. 1947 ജൂലൈ 25 ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്കെതിരെ KCS മണിയുടെ വധശ്രമം. 1947 ജൂലൈ 25 ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്കെതിരെ KCS മണിയുടെ വധശ്രമം. 1949 തിരുകൊച്ചി സംയോജനം. 1949 തിരുകൊച്ചി സംയോജനം. 1949 ജൂലൈ 1 ശ്രീ ചിത്തിര തിരുനാൾ തിരുകൊച്ചിയുടെ രാജപ്രമുഖ് ആയി. രാജപ്രമുഖ് എന്നാൽ ഗവർണർ എന്ന പദവിയാണ്. 1949 ജൂലൈ 1 ശ്രീ ചിത്തിര തിരുനാൾ തിരുകൊച്ചിയുടെ രാജപ്രമുഖ് ആയി. 1956 തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറി. ശ്രീ ചിത്തിര തിരുനാളായിരുന്നു കേരള സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ. 1956 തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറി. ശ്രീ ചിത്തിര തിരുനാളായിരുന്നു കേരള സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ. കുണ്ടറയിൽ സെറാമിക് ഫാക്ടറി. പുനലൂരിൽ ഫ്ലൈവുഡ് ഫാക്ടറി. കുണ്ടറയിൽ സെറാമിക് ഫാക്ടറി, പുനലൂരിൽ ഫ്ലൈവുഡ് ഫാക്ടറി, ഏലൂരിൽ ഫാക്ട്, പുനലൂർ പേപ്പർ മിൽ ഇതെല്ലാം സ്ഥാപിച്ചു. ഇതൊക്കെ കൊണ്ട് തന്നെ തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇത്രയേറെ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാജർഷിമാർക്കിടയിലെ രാജാവെന്നും രാജാക്കന്മാർക്കിടയിലെ രാജർഷി എന്നും അറിയപ്പെടുന്നു. അദ്ദേഹം രാജർഷിമാർക്കിടയിലെ രാജാവെന്നും രാജാക്കന്മാർക്കിടയിലെ രാജർഷി എന്നും അറിയപ്പെടുന്നു. നമ്മൾ സ്വാതി തിരുനാളിനെ കുറിച്ച് പഠിച്ചപ്പോൾ സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്ന് പഠിച്ചു. ഇവിടെ രാജർഷി. സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. സമുദ്രയാത്ര നടത്തിയ ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ്. പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവാണ്. വധശിക്ഷ നിർത്തലാക്കിയ രാജാവ്. അദ്ദേഹം വധശിക്ഷ നിർത്തലാക്കി. 1991 ഇന്ത്യ ഗവൺമെൻറ് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പരിഷ്കാരങ്ങളുടെ ഓർമ്മയ്ക്കായി ഒരു സ്റ്റാമ്പ് ഇറക്കി. 1991 ഇന്ത്യ ഗവൺമെൻറ് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പരിഷ്കാരങ്ങളുടെ ഓർമ്മയ്ക്കായി ഒരു സ്റ്റാമ്പ് ഇറക്കി. തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്സ് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ ആരംഭിച്ചു. തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്സ് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ ആരംഭിച്ചു. മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ദിവാനായിരുന്നു. മുഹമ്മദ് ഹബീബുള്ള ചിത്തിര തിരുനാളിൻ്റെ ദിവാനായിരുന്നു. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് 1991 അന്തരിച്ചു. കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് 1991 അന്തരിച്ചു.
ഇനി കേരള സർവകലാശാലയെ പറ്റി ഒന്ന് നോക്കാം. കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1957. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്തത് 1957. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ ആണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലറാണ് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യരാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് സർ CP രാമസ്വാമി അയ്യർ. ഇനി നമ്മൾ പഠിച്ച തിരുവിതാംകൂർ രാജാക്കന്മാരെ അവരുടെ ഓർഡറിൽ അവരുടെ ഭരണ കാലയളവ് ഒന്ന് നോക്കാം. തിരുവിതാംകൂർ രാജാക്കന്മാർ. ഒന്നാമത്തെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പിന്നീട് കാർത്തിക തിരുനാൾ രാമവർമ്മ 1758 മുതൽ 1798 വരെ. പിന്നീട് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798 മുതൽ 1810 വരെ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. പിന്നീട് റാണി ഗൗരി ലക്ഷ്മിബായി 1810 മുതൽ 1815 വരെ. റാണി ഗൗരി ലക്ഷ്മിബായി 1810 മുതൽ 1815 വരെ. പിന്നീട് റാണി ഗൗരി പാർവതിബായി 1815 മുതൽ 1829 വരെ. റാണി ഗൗരി പാർവതിബായി. പിന്നീട് സ്വാതി തിരുനാൾ 1829 മുതൽ 1846 വരെ. സ്വാതി തിരുനാൾ. പിന്നീട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1846 മുതൽ 1860 വരെ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പിന്നീട് ആയില്യം തിരുനാൾ രാമവർമ്മ 1860 മുതൽ 1880 വരെ. ആയില്യം തിരുനാൾ രാമവർമ്മ. ശ്രീവിശാഖം തിരുനാൾ 1880 മുതൽ 1885 വരെ. ശ്രീവിശാഖം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ 1885 മുതൽ 1924 വരെ. ശ്രീമൂലം തിരുനാൾ. പിന്നീട് റാണി സേതുലക്ഷ്മിബായി 1924 മുതൽ 1931 വരെ. റാണി സേതുലക്ഷ്മിബായി. പിന്നീട് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1931 മുതൽ 1947 വരെ. അവസാനത്തെ ശ്രീ ചിത്തിര തിരുനാൾ. 12 രാജാക്കന്മാർ. പ്രധാനപ്പെട്ട സ്വരൂപങ്ങളെന്ന് നോക്കാം. തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂറാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നത്. നെടിയരിപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടത് കോഴിക്കോട് രാജവംശമാണ്. നെടിയരിപ്പ് സ്വരൂപം കോഴിക്കോട്. ചിറവ സ്വരൂപം വേണാടായിരുന്നു. ചിറവ സ്വരൂപം വേണാട്. ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കര. ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കരയായിരുന്നു. തരൂർ സ്വരൂപം പാലക്കാടായിരുന്നു. തരൂർ സ്വരൂപം പാലക്കാട്. അരങ്ങോട് സ്വരൂപം വള്ളുവനാട്. അരങ്ങോട് സ്വരൂപം വള്ളുവനാട്. താന്തർ സ്വരൂപം വെട്ടത്ത് നാട്. താന്തർ സ്വരൂപം വെട്ടത്ത് നാട്. എളങ്ങല്ലൂർ സ്വരൂപം ഇടപ്പള്ളി. എളങ്ങല്ലൂർ സ്വരൂപം ഇടപ്പള്ളി. തിരുവിതാംകൂറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ എല്ലാ രാജാക്കന്മാരെയും നമ്മൾ നോക്കി. ഇനി ആ ഭാഗത്ത് നോക്കാനുള്ളത് കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. നമ്മൾ നോക്കിയ ഭാഗത്തു നിന്നും അല്ലാതെയുമായിട്ട് വരുന്ന കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ. പത്മനാഭസ്വാമി ക്ഷേത്ര സമുച്ചയം പണികഴിപ്പിച്ചതാരെ? മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്ര സമുച്ചയം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. കേരള കാശി വർക്കല എന്ന നഗരത്തിൻ്റെ സ്ഥാപകൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. വർക്കലയുടെ മറ്റൊരു പേരാണ് കേരള കാശി. വർക്കല എന്ന നഗരത്തിൻ്റെ സ്ഥാപകനാണ് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. തിരുവിതാംകൂർ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ 1758 മുതൽ 1799 വരെ. തിരുവിതാംകൂർ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിൽ നിന്നും പിൻവാങ്ങാനുണ്ടായ കാരണം? രാജ കേശവദാസിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പ്. ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് കാർത്തിക തിരുനാൾ.
ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവാണ് കാർത്തിക തിരുനാൾ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രശസ്ത കവികൾ കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രശസ്ത കവികളാണ് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും. ഹജ്ജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് കൊല്ലത്തേക്ക് മാറ്റി സ്ഥാപിച്ച രാജാവ് ബാലരാമവർമ്മ. 1799 മുതൽ 1810 വരെ ഹജ്ജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് കൊല്ലത്തേക്ക് മാറ്റി സ്ഥാപിച്ച രാജാവാണ് ബാലരാമവർമ്മ. പാതിരാമണൽ ദ്വീപ് സ്ഥാപകൻ വേലുത്തമ്പി ദളവ. പാതിരാമണൽ ദ്വീപിന്റെ സ്ഥാപകനാണ് വേലുത്തമ്പി ദളവ. വിദേശിയായിരുന്ന ദിവാൻ ഭരണ സമയത്തെ തിരുവിതാംകൂർ രാജാവ് റാണി ഗൗരി ലക്ഷ്മിബായി. 1810 മുതൽ 1815 വരെ ദിവാൻ വിദേശിയായിരുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് ആരുടെ ഭരണകാലത്ത്? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപൻ ആയ വിദേശി ഡിലനോയി. തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപനായ വിദേശിയാണ് ഡിലനോയി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം, ജില്ലാ കോടതികൾ എന്നിവ ഏർപ്പെടുത്തിയത് റാണി ഗൗരി ലക്ഷ്മിബായി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം, ജില്ലാ കോടതികൾ എന്നിവ ഏർപ്പെടുത്തിയത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണ് എന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. അവർ 1815 മുതൽ 1829 വരെയാണ് ഭരണം നടത്തിയിരുന്നത്. മുൻസിഫ് കോടതി, തൈക്കാട് ധർമാശുപത്രി, മൃഗശാല, പബ്ലിക് ലൈബ്രറി തുടങ്ങിയവ സ്ഥാപിച്ചതാര്? സ്വാതി തിരുനാൾ. 1829 മുതൽ 1847 വരെ മുൻസിഫ് കോടതി, തൈക്കാട് ധർമാശുപത്രി, മൃഗശാല, പബ്ലിക് ലൈബ്രറി തുടങ്ങിയ സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. 24 ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത രാജാവ് സ്വാതി തിരുനാൾ. 24 ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത രാജാവാണ് സ്വാതി തിരുനാൾ. നൃത്തത്തിൽ വർണ്ണം, പദം, തില്ലാന എന്നിവ കൊണ്ടുവന്നത് സ്വാതി തിരുനാൾ. നൃത്തത്തിൽ വർണ്ണം, പദം, തില്ലാന എന്നിവ കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവി ഇരയിമ്മൻ തമ്പി. സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവി ഇരയിമ്മൻ തമ്പിയാണ്. വർഷാന്ത പരീക്ഷകൾ ആദ്യമായി ആരംഭിച്ചത് ആരുടെ കാലത്ത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1147 മുതൽ 1160 വരെ വർഷാന്ത പരീക്ഷകൾ ആദ്യമായി ആരംഭിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരം പഴയത്. തിരുവനന്തപുരം ആർട്സ് കോളേജ്, തിരുവനന്തപുരം സിവിൽ ആശുപത്രി, ആദ്യ ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ചത് ആയില്യം തിരുനാളാണ്. 1160 മുതൽ 1180 വരെ. തിരുവനന്തപുരം സെക്രട്ടറി മന്ദിരം പഴയത്, തിരുവനന്തപുരം ആർട്സ് കോളേജ്, തിരുവനന്തപുരം സിവിൽ ആശുപത്രി, ആദ്യ ടെലിഗ്രാഫ് എന്നിവയൊക്കെ ആരംഭിച്ചത് ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാളിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതർ AR രാജരാജവർമ്മ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, രാജ രവിവർമ്മ. ആയില്യം തിരുനാളിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതർ ആണ് AR രാജരാജവർമ്മ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, രാജ രവിവർമ്മ എന്നിവർ. രാജ രവിവർമ്മ താമസിച്ചിരുന്ന കൊട്ടാരം മൂടത്ത് മഠം. രാജ രവിവർമ്മ താമസിച്ചിരുന്ന കൊട്ടാരമാണ് മൂടത്ത് മഠം. അഭിജ്ഞാന ശാകുന്തളം മലയാളം പരിഭാഷ തയ്യാറാക്കിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അഭിജ്ഞാന ശാകുന്തളം മലയാള പരിഭാഷ തയ്യാറാക്കിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. കേരളത്തിൽ മരച്ചീനി കൃഷി ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലത്ത്? വിശാഖം തിരുനാൾ. 1880 മുതൽ 1885 വരെ
കേരളത്തിൽ മരച്ചീനി കൃഷി ആരംഭിച്ചത് വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അംഗീകാരം നൽകിയ രാജാവ്. വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അംഗീകാരം നൽകിയ രാജാവ് വിശാഖം തിരുനാൾ ആണ്. സ്വദേശമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ രാജാവ്. ശ്രീമൂലം തിരുനാൾ. സ്വദേശമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച കാലത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? റാണി സേതുലക്ഷ്മിബായി. 1924 മുതൽ 1931 വരെ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച കാലത്ത് തിരുവിതാംകൂർ രാജാവ് റാണി സേതുലക്ഷ്മിബായി ആയിരുന്നു. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, പള്ളിവാസൽ പദ്ധതി, ഫാക്ട് തുടങ്ങിയവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആണ്. 1931 മുതൽ 1949 വരെ. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, പള്ളിവാസൽ പദ്ധതി, ഫാക്ട് എന്നിവയൊക്കെ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. പള്ളിവാസൽ ആരംഭിച്ചത് ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരം നയിച്ചത് വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരം നയിച്ചത് വേലുത്തമ്പി ദളവയാണ്. അമേരിക്കൻ മോഡൽ എക്സിക്യൂട്ടീവ് ഭരണ സംവിധാനം പ്രഖ്യാപിച്ച ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. 1947 ജൂൺ 11. അമേരിക്കൻ മോഡൽ എക്സിക്യൂട്ടീവ് ഭരണ സംവിധാനം പ്രഖ്യാപിച്ച ദിവാനാണ് സർ CP രാമസ്വാമി അയ്യർ. 1947 ജൂൺ 11. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആദ്യ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആദ്യ പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ്. തിരുവിതാംകൂറിൽ മരാമത്ത് വകുപ്പ് അഥവാ ഹജ്ജൂർ കച്ചേരിയുടെ കീഴിൽ ആരംഭിച്ച വർഷം 1823. തിരുവിതാംകൂറിൽ മരാമത്ത് വകുപ്പ് ഹജ്ജൂർ കച്ചേരിയുടെ കീഴിൽ ആരംഭിച്ച വർഷം 1823 ആണ്. ഹജ്ജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ച വർഷം 1860. ഹജ്ജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ച വർഷം 1860 ആണ്. തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നത് 1887. തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നത് 1887 ആണ്. തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 5 ആണ്. തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 5 ആണ്. തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ. തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് രാമചന്ദ്ര അയ്യർ. വേണാട്ടിൽ മരുമക്കത്തായം അനുസരിച്ച് അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവ് വീരോദയ മാർത്താണ്ഡവർമ്മ. 1814 മുതൽ 1844 വരെ. വേണാട്ടിൽ മരുമക്കത്തായം അനുസരിച്ച് അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവ് വീരോദയ മാർത്താണ്ഡവർമ്മ. രവിവർമ്മ കുലശേഖരൻ്റെ അനന്തരഗാമിയായിരുന്നു. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ PGN ഉണ്ണിത്താനാണ്. ആക്ടിംഗ് ആയിരുന്നു. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ PGN ഉണ്ണിത്താൻ. കോട്ടയം നഗരം പണിത തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാൾ. 1891. കോട്ടയം നഗരം പണിത തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാൾ ആണ്. തിരുവിതാംകൂറിൽ നായർ പടയെ മാറ്റി ഒരു പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂറിൽ നായർ പടയെ മാറ്റി ഒരു പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുവാഫ് എന്ന കോടതിക്ക് രൂപം നൽകിയ ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുവാഫ് എന്ന കോടതിക്ക് രൂപം നൽകിയ ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് കേരളവർമ്മ. എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് ദിവാൻ ശങ്കരവാര്യർ. എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് ദിവാൻ ശങ്കരവാര്യരാണ്. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ഏരുവയിൽ അച്യുതവാര്യർ. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക്
നേതൃത്വം നൽകിയത് ഏരുവയിൽ അച്യുത വാര്യരാണ്. ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകൾ: സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, നരകാസുരവധം, ഗന്ധർവ വിജയം. ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകളാണ് സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, നരകാസുരവധം, ഗന്ധർവ വിജയം എന്നിവ. ഇളയെടുത്ത് സ്വരൂപം അഥവാ കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഉടമ്പടി. മാന്നാർ. ഇളയെടുത്ത് സ്വരൂപം അഥവാ കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഉടമ്പടിയാണ് മാന്നാർ. തിരുവിതാംകൂറിൽ നിരോധിച്ച ആദ്യ പത്രം. സന്ദിഷ്ടവാദി. തിരുവിതാംകൂറിൽ നിരോധിച്ച ആദ്യത്തെ പത്രമാണ് സന്ദിഷ്ടവാദി. തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ്. OM ബെൻസ്ലി. തിരുവിതാംകൂർ പോലീസിന്റെ പിതാവാണ് OM ബെൻസ്ലി. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ തിരുവിതാംകൂർ ദിവാനാണ് സർ CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ ഭരണം ആവിഷ്കരിച്ചത് CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ ഭരണം ആവിഷ്കരിച്ചത് CP രാമസ്വാമി അയ്യരാണ്. വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം പട്ടണം എന്നിവയുടെ ശില്പി ഉമ്മിണിത്തമ്പിയാണ്. വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം പട്ടണം എന്നിവയുടെ ശില്പി ഉമ്മിണിത്തമ്പിയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചത് നാഗർകോവിൽ. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചത് നാഗർകോവിൽ ആണ്. തിരുവിതാംകൂറിലെ ദിവാൻ പദവി മുഴുവൻ സമയവും വഹിച്ച ഹൈന്ദവേതരനായ ആദ്യ വ്യക്തി EM വാട്സ്. തിരുവിതാംകൂറിലെ ദിവാൻ പദവി മുഴുവൻ സമയം വഹിച്ച ഹൈന്ദവേതരനായ ആദ്യത്തെ വ്യക്തി EM വാട്സ് ആണ്. 1933 നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച തിരുവിതാംകൂർ ദിവാൻ T. ഓസ്റ്റിൻ. 1933 നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച തിരുവിതാംകൂർ ദിവാൻ T. ഓസ്റ്റിനാണ്. വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ T. രാമറാവു. വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാനാണ് T. രാമറാവു. ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്രപ്രവേശനം പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ VS സുബ്രഹ്മണ്യ അയ്യർ. ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്രപ്രവേശനം പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ VS സുബ്രഹ്മണ്യ അയ്യരാണ്.